സത്യത്തിൽ കോൺഗ്രസിന്റെ നിലപാടാണ് സ്ത്രീപക്ഷ നിലപാടെന്ന് പറയേണ്ടത്. ഇപ്പൊ ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു, മന്ത്രിസ്ഥാനം രാജിവെച്ച് MLA സ്ഥാനവും രാജിവെച്ച് പുറത്തു പോകട്ടെ എന്ന്. ഗണേശൻ പറയുന്നു ഈ കേരളത്തിലുള്ള ആൾക്കാർക്കൊക്കെ പ്രണയിക്കാൻ പറ്റാത്തതിന്റെ അസൂയാണ് ഗണേശനോടെന്ന്. ആർക്കാണ് അസൂയ? ഇങ്ങനെ പെണ്ണുപിടിച്ച് നടക്കുന്ന ഒരുത്തനോടാണ് ഈ നാട്ടിലെ ആൾക്കാർക്ക് അസൂയ വരേണ്ടത്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടാവും എന്താണ്, പോയി മാപ്പ് പറഞ്ഞിട്ട് മര്യാദയ്ക്ക് വന്നിരുന്നു. അപ്പോൾ ഞാൻ ഇനിയും മത്സരിക്കും, ഞാൻ രാജിവെക്കില്ല, ഞാൻ അജയ്യനായി ഇങ്ങനെ തുടരുമെന്ന്. ഇയാളെ കുറിച്ച് ഇയാളുടെ അച്ഛന് നല്ല അഭിപ്രായമില്ല, ആദ്യത്തെ ഭാര്യയ്ക്ക് നല്ല അഭിപ്രായമില്ല, സ്വന്തം സഹോദരിക്ക് നല്ല അഭിപ്രായമില്ല. പിന്നെ ഇയാളുമായി ബന്ധപ്പെട്ട് മറ്റൊരു സ്ത്രീയുണ്ട്, അവർക്ക് ഇയാളുടെ അച്ഛനാണ് ചെലവിന് കൊടുക്കുന്നത് അയാളുടെ കുട്ടിക്ക്. അപ്പോൾ അവർക്ക് പോലും ഇയാളെ കുറിച്ച് നല്ല അഭിപ്രായമില്ല. സൗവർണിക, ഗണേഷ് കുമാറിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കാൻ LDF സർക്കാർ തയ്യാറാവുമെന്ന് തോന്നുന്നുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ നിലവിലെ സാഹചര്യത്തിലല്ല, മുന്നിലെ സാഹചര്യത്തിലായാലും അവർ തയ്യാറല്ല. അതിനകത്ത് വേറൊരു അഭിപ്രായമുണ്ട്, PR ടീമിന് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ ഇപ്പൊ പുറത്താക്കാം. അത് PR ടീമിന്റെ ബുദ്ധിയെ കുറിച്ച് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. LDFനെ ഇല്ലാതാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമാണ് ആ PR ടീമിനുള്ളതെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് എന്തായാലും അങ്ങനെ ഒരു നടപടി ഉണ്ടാവില്ല. എന്നാലും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഗണേഷ് കുമാറിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കണം, അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുന്നുണ്ട്. ഗണേഷ് കുമാർ രാജി കൊടുക്കുകയുമില്ല, LDF സർക്കാർ രാജി ആവശ്യപ്പെടുകയുമില്ല. പക്ഷേ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ജനപ്രതിനിധിക്കെതിരെ ആരോപണം ഉണ്ടായപ്പോൾ ഇത്തരം ഒരു കോലാഹലവും ഇല്ല, ഒരു ആരോപണം മാത്രമാണ്. എവിടെ നിന്നോ ആ മുഖമില്ലാത്ത ഏതോ ഒരു ശബ്ദം, അത് ചില ചാനലുകൾ വെറും ശബ്ദമാണ്. ആ ശബ്ദത്തിന്റെ പുറപിടിച്ച് രാഹുലിനോട് ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങളുടെ ശബ്ദമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ ഈ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഗണേഷ് കുമാറിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അയാൾ ഈ സംഭവത്തെ നിഷേധിക്കുന്നില്ല. അതിന് പകരം എനിക്ക് പ്രണയങ്ങളുണ്ട് എന്ന് പറയുകയാണ്. അല്ല, അതിന്റെ അകത്ത് മറ്റൊരു കാര്യമുണ്ട് ചേച്ചി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വരുമ്പോൾ, അല്ലെങ്കിൽ വിഷയം വന്ന സമയത്ത് മാധ്യമങ്ങൾ എടുത്ത സ്റ്റാൻഡ് എന്ന് പറയുന്നത്, ഇതുവരെയും കേരളത്തിൽ ഒരു മാധ്യമങ്ങൾക്കും ഒരു ഇരയോടും അല്ലെങ്കിൽ ഒരു അതിജീവിതയോടും ഇല്ലാത്ത സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് മറ്റൊരാൾക്കെതിരെ ആരോപണം വരുമ്പോൾ അതിനെ ആർക്കെതിരെ, പ്രത്യേകിച്ച് LDFിൽ നിന്നാകുമ്പോൾ ഇരയ്ക്കൊക്കെ ഇത്ര നീതി മതി എന്ന മറ്റൊരു ആറ്റിറ്റ്യൂഡാണല്ലോ അവരെടുത്തോണ്ടിരിക്കുന്നത്. അതായത് സ്ത്രീകൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാനുള്ള ഒരു നമ്പറാണ് 112. ആ നമ്പറിലേക്കാണ് ഗണേഷ് കുമാറിന്റെ ഭാര്യ വിളിച്ച് സഹായം ആവശ്യപ്പെട്ടത്. അവർ നേരെ വന്നിട്ട് മന്ത്രിയെ കണ്ട് സല്യൂട്ട് അടിച്ചിട്ട് തിരികെ പോവുകയാണ് ചെയ്തത്. ഈ പിങ്ക് പോലീസ് പിന്നെ ഇവിടെ എന്തിനാണുള്ളത്? ഇനി ഒരു സ്ത്രീ സഹായം ആവശ്യപ്പെടുമ്പോൾ ആരാണോ അവരെ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ എത്തിച്ചത്, അതിന് മന്ത്രിയല്ല ആരായാലും ശരി, അവർ നടപടി എടുക്കണം. അതിനു പകരം അവർ മന്ത്രിക്ക് സല്യൂട്ടും കൊടുത്തിട്ട് തിരികെ പോയി. ഇവർ പറയുന്നത് നാളെ ആൾക്കാർ വിശ്വസിക്കില്ല എന്നിവർക്ക് ഉറപ്പുണ്ട്. കാരണം അത്രയ്ക്കുള്ള ഒരു അഭിനേതാവാണ് അവിടെ ഉള്ളത്. മന്ത്രി എന്നതിലുപരി വലിയ മികച്ച ഒരു അഭിനേതാവാണ്. പക്ഷെ ആ അഭിനേതാവ് ഇത്തവണ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് കുറച്ച് അഭിനയം കാഴ്ചവെച്ചപ്പോൾ ഇച്ചിരി പാളിപ്പോയി. അതായത് അയാളുടെ വഷളൻ ചിരി അയാൾക്ക് മറയ്ക്കാൻ കഴിഞ്ഞില്ല, മുഖത്തെ ജാള്യത മറയ്ക്കാൻ കഴിഞ്ഞില്ല. എന്താണോ അയാൾ കുറെ പറഞ്ഞ് ഉരുണ്ട് കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, എനിക്ക് പ്രണയമുണ്ട്, അവർക്ക് പ്രണയിച്ചൂടെ, ഇവർക്ക് പ്രണയിച്ചൂടെ, ശ്രീലേഖയ്ക്ക് പ്രണയിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, അവർക്ക് നല്ല രീതിയിൽ ഒരു കുടുംബമുണ്ട്, ഭർത്താവിന്റെ കൂടെ ഞാൻ അവരുടെ വീട്ടിൽ പോയി കണ്ടിട്ടുള്ളതാണ്. അവരുടെ ഭർത്താവുമായി അവർ നല്ല രീതിയിൽ തന്നെയാണ് നല്ലൊരു ഭർത്താവും ഭാര്യയുമായിട്ട് അവർ നല്ല കുടുംബമായിട്ട് ജീവിക്കുന്നത്. അവർക്ക് ഇങ്ങനെ റോഡ് നീളെ നടന്ന് ആരെയും പ്രേമിക്കേണ്ട ആവശ്യമില്ല. ഗണേശൻ പറയുന്നു ഈ കേരളത്തിലുള്ള ആൾക്കാർക്കൊക്കെ പ്രണയിക്കാൻ പറ്റാത്തതിന്റെ അസൂയാണ് ഗണേശനോടെന്ന്. ആർക്കാണ് അസൂയ? ഇങ്ങനെ പെണ്ണുപിടിച്ച് നടക്കുന്ന ഒരുത്തനോടാണ് ഈ നാട്ടിലെ ആൾക്കാർക്ക് അസൂയ വരേണ്ടത്. ഒരിക്കലും അങ്ങനെയാണെങ്കിൽ രാഹുലിനെ തെറിവിളിച്ചവർക്കെല്ലാം രാഹുലിനോടും അസൂയല്ലേ? കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പീഡിപ്പിച്ചു എന്ന് ആരോപിക്കപ്പെടുന്ന ആ സ്ത്രീ പറയുകയാണ്, അവർ തന്നെ ഈ മാധ്യമപ്രവർത്തകർ പുറത്തുവിട്ട സ്ക്രീൻഷോട്ടുകളിൽ ഗൂഗിൾ പേ ചെയ്തത്, ഗിഫ്റ്റുകൾ വാങ്ങിക്കൊടുത്തത്, പീഡിപ്പിച്ച അതായത് ഇവർ പറയുന്ന ബലാത്സംഗം ചെയ്തെന്നാണ്. സ്വന്തം ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ബലാത്സംഗം ചെയ്ത ആളിന്റെ കുട്ടിയോട് പോലും ജനിക്കാത്ത കുട്ടിക്ക് പേരിട്ട ആൾക്കാരാണ്. ഇപ്പൊ ഇതില് ഒന്നും ആർക്കും പറയാനില്ല. കാരണം അന്ന് രാഹുലിന് ഇത്രയും ഗിഫ്റ്റുകൾ വാങ്ങിക്കൊടുത്തപ്പോ ഈ കാമുകിമാർ വാങ്ങിക്കൊടുത്തു, കാനഡയിൽ നിന്നൊക്കെ പറന്നെത്തി സ്ത്രീകൾ. അപ്പോ ഈ ഒരു രാഹുലിനോടും ഇവിടുത്തെ ആൾക്കാർക്ക് ഇതേ അസൂയ തന്നെ ആവണമല്ലോ ഉണ്ടാവില്ല. അന്ന് ഗണേഷ് കുമാർ രാഹുലിന് അനുകൂലമായിട്ട് സ്റ്റാൻഡ് എടുക്കാൻ എന്തായിരുന്നു? ഇല്ല, അപ്പോഴേ പ്രണയവുമില്ല, ഒന്നുമില്ല, ആൾക്കാർക്ക് അസൂയമില്ല. പക്ഷെ ഗണേഷ് കുമാറിന്റെ എന്ത് കാര്യത്തില ഭാര്യ കയറി വന്നപ്പോൾ അരുതാത്ത സാഹചര്യത്തിൽ അയാളെ മറ്റൊരു സ്ത്രീയോടൊപ്പം കണ്ടു എന്നൊരു ഭാര്യ പറയുമ്പോൾ അവർക്കറിയാം ഇത് പറഞ്ഞാൽ ഈ കള്ളൻ ഇത് സമ്മതിക്കില്ല എന്നുള്ളത്. നാട്ടുകാരുടെ മുന്നിൽ ഇനി അത് നേരെ തിരിച്ച് ഇവരുടെ കാമുകം വന്നപ്പോൾ ഗണേശ് കണ്ടു എന്ന് വരെ ആക്കും. അങ്ങനത്തെ മോനാണ് അയാള്. അപ്പൊ അതുകൊണ്ട് അവർ
ഫോട്ടോ എടുത്തു. അപ്പൊ അതിനെതിരെ ഗണേഷിന്റെ സ്റ്റാഫ് ഉൾപ്പെടെ അവരോട് മോശമായി പെരുമാറി. ഇതിനെതിരെയാണ് അവർ പിങ്ക് പോലീസിനെ അടക്കം വിളിച്ചു വരുത്തിയത്. എന്നിട്ട് അവർ എന്തെങ്കിലും സഹായം ചെയ്തോ? റെക്കോർഡിക്കലി ആണ് ആ ഫോൺ വിളിച്ചതും ആള് വന്നതും. അതിന്റെ ഫോളോ അപ്സ് ഇവരെടുക്കണ്ടേ? മുഖ്യമന്ത്രി എന്തുകൊണ്ട് അത് ചോദിച്ചില്ല? വിളിച്ച് ചോദിക്കണം. അല്ലാതെ ഗണേശിനെ വിളിച്ചിട്ട് പോയി മാപ്പ് പറയടാന്നല്ല പറയേണ്ടത്. അതിന് പകരം കോംപ്രമൈസ് ആക്കാൻ വേണ്ടിയിട്ട് ഗണേഷ് കുമാറിനെ വിളിച്ച്, ഗണേഷ് കുമാർ ആദ്യ മാധ്യമങ്ങളെ കണ്ടപ്പോൾ എന്തായിരുന്നു, അവക്ക് വട്ടാണ്, അതുകൊണ്ടാണ് അവൾ വിളിച്ചത് എന്ന് പറഞ്ഞു വലിയ രീതിയിലുള്ള എന്താണ് ചുരുക്കി പറഞ്ഞ വെറും പട്ടിഷോ, പേപ്പട്ടി ഷോയാണ് അയാൾ കാണിച്ചത്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടാവും എന്താണ്, പോയി മാപ്പ് പറഞ്ഞിട്ട് മര്യാദയ്ക്ക് വന്നിരുന്നു. അപ്പോൾ പറഞ്ഞു ഞാൻ ഇനിയും മത്സരിക്കും, ഞാൻ രാജിവെക്കില്ല, ഞാൻ അജയ്യനെ ഇങ്ങനെ തുടരുമെന്ന്. ഇയാളെ കുറിച്ച് ഇയാളുടെ അച്ഛന് നല്ല അഭിപ്രായമില്ല, ആദ്യത്തെ ഭാര്യയ്ക്ക് നല്ല അഭിപ്രായമില്ല, സ്വന്തം സഹോദരിക്ക് നല്ല അഭിപ്രായമില്ല. പിന്നെ ഇയാളുമായി ബന്ധപ്പെട്ട് മറ്റൊരു സ്ത്രീയുണ്ട്, അവർക്ക് ഇയാളുടെ അച്ഛനാണ് ചെലവിന് കൊടുക്കുന്നത് അയാളുടെ കുട്ടിക്ക്. അപ്പോ അവർക്ക് പോലും ഇയാളെ കുറിച്ച് നല്ല അഭിപ്രായമില്ല. സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി ആൾക്കാരെ ഏത് രീതിയിൽ ഉപയോഗിക്കാൻ മടിയില്ലാത്ത ഒരു വ്യക്തിയാണ് KB ഗണേഷ് കുമാർ എന്നാണ് ഇയാളുമായി ബന്ധപ്പെട്ട് അടുത്ത് നിന്നിട്ടുള്ള അനുഭവസ്ഥരായിട്ടുള്ള ആൾക്കാർ മുഴുവൻ പറയുന്നത്. അവിടെയാണ് ഇയാൾക്ക് 5000 പ്രണയമാണ് പോലും. ഈ പെണ്ണുങ്ങളെല്ലാം ഇയാൾ പ്രണയിച്ചതാണെന്ന് ഇയാൾ ഈ നാട്ടുകാരോട് പറഞ്ഞാൽ അത് വിശ്വസിക്കാനേ ആരും തയ്യാറാവില്ല. കാരണം ഇയാൾ എന്താണ് എന്നുള്ളത് ഈ കേരള ജനതയ്ക്ക് അറിയാം. KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു ആഭാസൻ എന്ന് തന്നെ അയാളെ പറയേണ്ടതുണ്ട്. അയാൾ എന്താണ് എന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. പിന്നെ ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഇയാളുടെ ഭാര്യ, ഈ രണ്ടാം ഭാര്യ അയാളുമായി ഒന്നിച്ച് ജീവിക്കുന്നത്. അവർ പറയുന്നുണ്ട് ഇത് ആദ്യത്തെ സംഭവമല്ല, ഒരുപാട് അനുഭവങ്ങൾ അവർക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ എത്രത്തോളം അവരുടെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടായിരിക്കും അവർ ഇങ്ങനെ ഒരു നടപടിക്ക് ഇറങ്ങിയത്. അപ്പോഴും പറയുന്നു എതിരാളികളുടെ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിരുന്നത്. ഇയാൾ സ്വന്തം വീട്ടില് ഭാര്യയില്ലാത്ത സമയത്ത് വേറൊരു പെണ്ണുപിള്ളയെ വിളിച്ച് കയറ്റുന്നതും അത് കണ്ടുകൊണ്ട് ഭാര്യ വരുന്നത് ആരുടെ ഗൂഢാലോചന? ഇയാൾക്ക് വേറെ എവിടെയെങ്കിലും പോയി റൂം എടുത്തുകൂടെയെന്ന്? ഭാര്യയുടെ കൺമുന്നിൽ വെച്ചാണോ ഇങ്ങനത്തെ പരിപാടികൾ ഇയാൾ കാണിക്കേണ്ടത്? ഇത്രയ്ക്ക് അയാൾക്ക് ബോധമില്ലേ? ഇത് അയാളുടെ പ്രണയം എന്ന് പറഞ്ഞുള്ള ന്യായീകരണവും മെഴുകലും ഒന്നും ഇവിടെ ഒന്നും വിലപ്പോവില്ല. ഇതിന് ഇയാൾ മറുപടി പറഞ്ഞേ മതിയാവൂ. ഇയാൾക്കെതിരെ LDF സർക്കാർ, അതായത് പിണറായി സർക്കാർ KB ഗണേഷ് കുമാറിനെതിരെ നടപടി എടുത്തിട്ടില്ല എങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് ഉറപ്പായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഇതിനുള്ള മറുപടി LDFന് കൊടുത്തിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അതാ ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോ ഓരോരു നടപടി എടുക്കുന്നുണ്ട് എന്നിരിക്കട്ടെ, ഗണേശിനെതിരെ മന്ത്രിസഭാ യോഗം ചേർന്നൊരു നടപടി എടുത്താൽ അത് ഈ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കുമല്ലോ. സാധാരണഗതിയിലെ CPMന്റെ അല്ലെങ്കിൽ CPMലാകട്ടെ LDFലാകട്ടെ ഇങ്ങനൊരു കേസ് ഉണ്ടാകുമ്പോൾ അവരൊരു നടപടിയും എടുക്കാൻ പോകുന്നില്ല. അവർക്കത് അലങ്കാരമാണ്, അവർ ഒരിക്കലും എടുക്കാൻ പോകുന്നില്ല. പക്ഷെ ഇതൊരു തെരഞ്ഞെടുപ്പ് സമയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമ്പോൾ അത് കോൺഗ്രസിന് അനുകൂലമായാണ് അത് വന്നത്. ആ ഒരു നിലപാട് തീരുമാനം പാർട്ടിക്കുള്ളിൽ 2 അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് നിരവധി പേര് കോൺഗ്രസ്സുകാർ പോലും പറഞ്ഞിരുന്നു അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് തെറ്റാണ്. കാരണം CPMലൊക്കെ ഇഷ്ടം പോലെ ഇതുപോലെ ഉണ്ടല്ലോ, CPMന്റെ MLAമാർ, മന്ത്രിമാർ വരെ ഇതുപോലെ ആരോപണ വിധേയരാണ്. അപ്പോഴത്തെ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് CPMകാർ ജയിലിൽ വരെ ആയതാണ്. അവർക്കെതിരെ പോലും CPM നടപടി എടുത്തിട്ടില്ല. അപ്പോൾ കോൺഗ്രസ് ഇങ്ങനെ രാഹുലിനെതിരെ നടപടി എടുക്കുന്നത് തെരഞ്ഞെടുപ്പിനെ നല്ല രീതിയിൽ ബാധിക്കുമെന്ന് പലർക്കും അഭിപ്രായമുണ്ടായിരുന്നു. പക്ഷെ അതൊന്നുമല്ല, തിരഞ്ഞെടുപ്പിനെ അത് കോൺഗ്രസിനത് തെരഞ്ഞെടുപ്പിൽ ഉപകാരമേ ആയിട്ടുള്ളൂ. കൃത്യമായ നടപടി എടുത്തു എന്നുള്ളത്. പക്ഷെ അതുപോലെ മാതൃകാപരമായി നടപടി എടുക്കാൻ എന്തായാലും CPMനോ LDFനോ കഴിയുകയില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വരുമ്പോഴെല്ലാം രാജിവെക്കണം, MLA സ്ഥാനം രാജിവെക്കണം, അല്ലെങ്കിൽ MLA സ്ഥാനം അയോഗ്യനാക്കണം എന്നൊക്കെ വലിയ അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. സത്യത്തിൽ കോൺഗ്രസിന്റെ നിലപാടാണ് സ്ത്രീപക്ഷ നിലപാടെന്ന് പറയേണ്ടത്. ഇപ്പൊ ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു മന്ത്രിസ്ഥാനം രാജിവെച്ച് MLA സ്ഥാനം രാജിവെച്ച് പുറത്തു പോകട്ടെ എന്ന്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ആദ്യ ആരോപണം വന്നപ്പോൾ പാർട്ടി നടപടിയെടുത്തു. പിന്നീട് അത് പരാതിയായപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കോൺഗ്രസിന്റെ MLA അല്ലെങ്കിൽ UDFന്റെ MLA അല്ല നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത്. അപ്പൊ രാഹുൽ അതും ആദ്യം മുതൽ എടുത്ത ആളാണ് രമേശ് ചെന്നിത്തല, അത്തരം ഒരു സ്റ്റാൻഡ്. അതേ കാര്യമാണ് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീപക്ഷ നിലപാടാണ് എന്ന് പറയുകയും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ റോട്ടിൽ ബോർഡ് വെച്ചിട്ട് ഞങ്ങൾ സ്ത്രീകൾക്കൊപ്പമാണ് എന്ന് പറയുകയും പൊതുപരിപാടിയിൽ ചായക്കപ്പിൽ പോലും ഇരയ്ക്കും അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച PR ടീമുള്ള പാർട്ടിയാണ് LDF സർക്കാരിന്റെ അല്ലെങ്കിൽ LDFന്റേത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരൊരു സ്ത്രീപക്ഷ നിലപാട് എടുക്കട്ടെ. ഈ വിഷയത്തിലെങ്കിലും അവരൊരു സ്ത്രീപക്ഷ നിലപാട് എടുക്കട്ടെ. ഇതിനേക്കാൾ ഉപരി മാധ്യമങ്ങളുടെ നിലപാടാണ് അതിനേക്കാൾ രസകരം. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ ഇല്ല, ഇപ്പോ കോൺഗ്രസ്സുകാരനല്ല. അപ്പോൾ ഒരു കോൺഗ്രസിന്റെ KPCC അധ്യക്ഷനോട് രാഹുൽ പറഞ്ഞതിനെ കുറിച്ച് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? KPCC അധ്യക്ഷൻ കാര്യങ്ങൾ വിശദീകരിക്കുന്നു, ഗണേശിനെതിരെ പറയാനുള്ളത് പറയുന്നു. അപ്പോൾ ചോദിക്കുന്നത് രാഹുൽ പറഞ്ഞതിനെ കുറിച്ച് എന്താണെന്ന് ഈ മാധ്യമങ്ങളുടെ എത്ര വികലമായ ചിന്തയുമായാണ് ഈ മാധ്യമ പ്രവർത്തകർ പോലും ഈ കോൺഗ്രസിനെ സമീപിക്കുന്നത്. അവർക്കിപ്പോ ഗണേശിനെതിരെ പറയാനൊന്നുമില്ല. അതിന്റെ ഇരയല്ല, എന്നാലും പാർട്ട്ണർ ഇപ്പൊ ആരായിരുന്നു അവിടെ ഉണ്ടായിരുന്ന അത് അന്വേഷിച്ച് പോകണ്ട. രാഹുലിന്റെ കേസിൽ
പുറകെ നടന്നു. രാഹുൽ ആർക്കെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ? എല്ലാ പരാതിക്കാരെ കണ്ടെത്തുകയായിരുന്നു. അവർ സ്വയം പോയി കണ്ടെത്തി. എന്നിട്ട് അടിക്കടി പറയണം ഇനിയും വരാനുണ്ട്. ഒരു മാധ്യമപ്രവർത്തകൻ ആവേശത്തോടെ പറയാണ് ഇനിയും ഒരുപാട് പേർ വരാനുണ്ട്. ഈ പറയുന്ന ഈ രാഹുലിനെതിരെ ആവേശം കാണിച്ച ആൾക്കാരെല്ലാം വളരെ പരമയോഗ്യന്മാരാണോ എന്ന് അവർ കൂടെ ഒന്ന് സ്വയം ആലോചിച്ച് നോക്കുക.